പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി അധികാരം കൊടുത്ത് ഇവിടുത്തെ ആൾക്കാർ LDFിൻ്റെ ഭരണം മടുത്തിട്ടാണ് UDFിന് അധികാരം കൊടുത്തത്. അല്ലെങ്കിൽ ഇവരെ മലമറിക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ഭരണമാറ്റം ഈ ബംഗാളിൽ മമതാ ബാനർജി ഇതുപോലെ 15 വർഷം ഭരിച്ചു. അവരെ തുടർച്ച പ്രകടനം ഉണ്ടായിക്കഴിഞ്ഞാൽ കാണിക്കുന്ന വിവരക്കേടുകളും അല്ലെങ്കിൽ ഇതെല്ലാം അവർ കാണിച്ചു എന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ ഒരു ഭരണം മാറണമെന്നുള്ള സാധാരണക്കാരൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് ഇവിടെ UDFിന് വോട്ട് കിട്ടിയത്. അല്ലാതെ UDF ഇവിടെ മലമറിക്കുക എന്നുള്ളതല്ല. പക്ഷേ ആ വോട്ട് കിട്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുക കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴേക്കടയിലുള്ള ആൾക്കാരുടെ ജനവികാരം അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. ഇപ്പം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ ഇവരെ പറയും പിന്നെ പണ്ട് തിരുവത്തോമ്മ സോണിയാഗാന്ധിക്ക് ചെമ്മീൻ കൊണ്ട് കൊടുക്കും, എന്നാൽ തിരുവത്തോ മീൻ കൊടുക്കും, അങ്ങനെ തിരുവത്തോമ്മ എന്ന് പേര് കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഇതൊക്കെ കൊടുത്തിട്ടാണ് പുള്ളിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയെന്ന് പറയും. ഇവിടെ പ്രവർത്തിച്ച് സതീശന് കൊടുക്കണ്ട, വേണ്ട, സതീശനെ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് സതീശനെ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുത്ത് അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത നല്ലൊരു ഭരണം കാഴ്ചവെച്ച് ഒരു തുടർ ഭരണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ പിക്ചറിലുള്ള പാർട്ടിയല്ല, കാര്യം പുള്ളി MLA അല്ല. അത് കാരണം യാതൊരു കാരണവശാലും വേണുഗോപാലിനെ ആക്കരുത്. സതീശനെ ആക്കുന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ ആക്കണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊന്നും അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണല്ലോ, അദ്ദേഹത്തിനെ ആക്കരുത്. വെളിയിൽ നിന്നൊരാളെ 102 MLA കോൺഗ്രസ്സിനുണ്ട്, അവരെന്നെ മോശക്കാരാണെന്നോ? അവരിൽ ആരെയും എക്സ്പീരിയൻസിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ആദ്യം ഒരു ജോലി കിട്ടുമ്പോൾ എക്സ്പീരിയൻസ്, അപ്പോൾ ആദ്യം EMS മുഖ്യമന്ത്രി ആയപ്പം പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, പുള്ളി ആയില്ലയോ? അതുപോലെ ഓരോരുത്തരും നെഹ്റു പ്രധാനമന്ത്രി ആയപ്പോൾ പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും എക്സ്പീരിയൻസ് കിട്ടി. ഇപ്പോൾ വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി, പുള്ളിക്കാരന് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊന്നുമില്ല. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആൾക്കാരുടെ പൾസ് അറിയണം. കോൺഗ്രസ് ഹൈക്കമാൻഡ് പരാജയപ്പെടുക എല്ലായിടത്തും. ഈ വോട്ട് പിടിക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഹൈക്കമാൻഡിന് താല്പര്യം തിരുവത്തോമ്മ പോലുള്ളവരെ വളർത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ അഭിപ്രായം മാനിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.